ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് വളരെ പ്രശസ്തമായ ആലു ഇമ്രാൻ എന്ന ഒരു അധ്യായത്തിന്റെ തന്നെ ആ ആലു ഇമ്രാനിൽ ഇവരുടെ കഥ പറയുകയും ചെയ്യുന്നുണ്ട്. സന്താനങ്ങൾ എന്നത് വിവാഹ ജീവിതത്തിന്റെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. പക്ഷേ സന്താനങ്ങളില്ലാതിരുന്നിട്ടും വയസ്സ് ഏറെയായി ഒരു നബിയായിരുന്നു അഥവാ അല്ലാഹുവുമായി എപ്പോഴും ബന്ധമുള്ള ഒരാൾ, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമ. അദ്ദേഹത്തിന്റെ പ്രയാസം അല്ലാഹുവിനോട് പറയുന്നുണ്ട്. നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം റബ്ബിനെ വിളിച്ചു മീദാൻ ഖഫിയ്യ. ഖഫിയ്യ എന്ന് പറഞ്ഞാൽ പതുക്കെ വിളിച്ചു, പതുക്കെ വിളിച്ചു. നാദാ എന്ന് പറഞ്ഞത് ദാ എന്നല്ല, അഥവാ പ്രാർത്ഥിച്ചു എന്നല്ല, വിളിച്ചു എന്നാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ എല്ലാം പ്രവർത്തനമായിട്ടുണ്ട്. മുടിയാണെങ്കിൽ നരച്ചു, പല മക്കളും വായിക്കറപ്പിച്ച അദ്ദേഹത്തിൻ്റെ പ്രയാസം പറഞ്ഞു. അള്ളാഹുവിനോട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിഹാരമാണ്. എൻ്റെ ശേഷം വരാനുള്ള എൻ്റെ ബന്ധുക്കളെ കുറിച്ച് എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
وإني خفت الموالي من ورائي وكانت امرأتي عاقرة. എനിക്ക് എൻ്റെ ശേഷമുള്ള ആളുകളെ കുറിച്ച് മവാലി എൻ്റെ ബന്ധുക്കളെ കുറിച്ച് എനിക്ക് വല്ലാത്ത ഭാര്യയാണെങ്കിൽ ആഖിറാണ്, പ്രസവിക്കൂല, വന്ധ്യയാണ് ഭാര്യ. എന്നാലും ഫഹബലി മില്ലതും എന്നതിൻ്റെ അമ്പൾ പേരാണ് ഹബിൾ എന്ന് പറയുന്നത്. ഇത് വെച്ചാൽ വഹാബ് എന്ന വാക്കിന്റെ പേരാണ്. വഹാബ് ധാരാളമായി പകരമില്ലാതെ, ഇവിടെ പകരമില്ല, കൊടുക്കാൻ. ഫഹബ്ലി മിൻ ലദുൻക റബ്ബനാ ഹബ് ലനാ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യാറില്ല. അപ്പം അത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വികാരം ഉണ്ടാകും. അത് നമുക്ക് തിരിച്ച് റബ്ബിനോട് ഒന്നുമില്ല, വഹാബായ റബ്ബിനോടാണ് നമ്മൾ ചോദിക്കുന്നത് എന്നാണ്. അപ്പോൾ ഭാര്യക്ക് ഏതായാലും പ്രസവിക്കാൻ സാധ്യതയില്ല. എന്നാലും ഫഹബ്ലി മിൻ ലദുൻക വലിയ, നിന്റെ അടുത്തുനിന്ന് എനിക്കൊരു വലിയ നൽകി. വലിയ എന്ന് പറഞ്ഞാൽ ഒരു അവകാശി, എനിക്ക് ശേഷം അവകാശി വേണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവകാശി എന്നുള്ളത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. യരിസുനി വയരിസു മിൻ ആലി യാഖൂബ്, എന്നെ അനന്തരമെടുക്കാവുന്ന രീതിയിലുള്ള ഒരവകാശി. മനസ്സിലായില്ലേ? എന്നെ അനന്തരമെടുക്കാവുന്ന രീതിയിലുള്ള ഒരവകാശി. അതുപോലെ തന്നെ വയരിസു മിൻ ആലി യാഖൂബ്, യാഖൂബ് കുടുംബത്തിനും അവൻ അനന്തരാവകാശിയാകണം. അപ്പൊ ഏത് കുടുംബത്തിൽ നിന്ന് വരണം എന്നും കൂടി പറഞ്ഞു എന്നർത്ഥം. വജഅൽഹു റബ്ബി റദിയ, അങ്ങനെ ഒരാളെ വേണം, അവനെ അള്ളാഹുവെ നീ തൃപ്തിപ്പെടുകയും ചെയ്യണം, അങ്ങനെയുള്ള ഒരാളെ എനിക്ക് തരണം എന്ന് സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിക്കും. ഓരോ പ്രാർത്ഥനയുടെ അതിൽ ഓരോ വരികളും ഭയങ്കര ഒരുപാട് പാഠമുള്ള വരികളാണ്. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു, പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല. വീണ്ടും പ്രാർത്ഥിച്ചു. സക്കരിയ ഇദ് നാദാ റബ്ബഹു, വീണ്ടും പ്രാർത്ഥിക്കണം. സക്കരിയൻ്റെ പ്രാർത്ഥന അല്ലാഹു തന്നെ പറയുന്നത്. വീണ്ടും എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. ഇതേ സാധനം വേറൊരു സ്റ്റൈലിൽ ചോദിക്കണം. അതാണ് പ്രാർത്ഥനകൾ, അങ്ങനെയാണ്. റബ്ബി ലാ തദർനി ഫർദൻ, ഞാൻ ഒറ്റക്കാക്കരുത് കേട്ടോ. അള്ളാഹുവുമായുള്ള ബന്ധത്തിൻ്റെ ശക്തിയാണ് ആ വർത്തമാനം. നമ്മൾ വളരെ അടുത്ത ആൾക്കാരോടൊക്കെ പറയല്ലേ, ഞാൻ ഒറ്റക്കാക്കി പോകരുതിട്ടോ എന്നെ. റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ, നീയാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും നല്ല അനന്തരാവകാശികളെ കൊടുക്കുന്നത്. അള്ളാഹുവാണ് വാരിസ്, അനന്തരാവകാശം എടുക്കുന്നവരിൽ ഉത്തമൻ, നല്ല അനന്തരാവകാശികൾ നൽകുന്നവൻ ഒക്കെ നീയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് രണ്ടാമത്തെ പ്രാർത്ഥനയും കഴിഞ്ഞു. രണ്ടാമത്തെ പ്രാർത്ഥന ഒന്നാമത്തെ പ്രാർത്ഥനയേക്കാൾ കുറച്ചുകൂടി ടച്ചിങ്. അത് അള്ളാഹുള്ള പദങ്ങൾ ശ്രദ്ധിച്ചില്ലേ? റബ്ബി ലാ തദർനി ഫർദൻ. നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാകണം. ഇപ്പോൾ വെറുതെ ഒരു ചോദ്യമാകരുത്. അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ നോക്കൂ, നമ്മൾക്ക് അള്ളാഹുമായി ബന്ധം ശക്തമാണെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ചോദിക്കണം. അതാണ് വേണ്ടത്. സക്കറിയ അലൈഹിസ്സലാം അങ്ങനെ ജീവിച്ചു, മക്കളൊന്നും ഉണ്ടായില്ല. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവായ മറിയം ബീവി, അവരുടെ ചരിത്രവും സൂറത്ത് മറിയമിൽ പറയുന്നുണ്ട്. മറിയം ബീവി ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴേ ബൈത്തുൽ മുഖദ്ദസിൽ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ സംരക്ഷണത്തിലാണ് ജീവിച്ചു വന്നത്. പള്ളിയിലാണ് താമസിച്ചിരുന്നത്, ബൈത്തുൽ മുഖദ്ദസ്. മറിയം അലൈഹിസ്സലാം
അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിലാണ് താമസിച്ചു വന്നിരുന്നത്. സക്കരിയ അലൈഹിസ്സലാം മറിയമിൻ്റെ അടുത്ത് ചിലപ്പോൾ ചെല്ലും. അവിടെ ചെല്ലുമ്പോഴൊക്കെ സാധാരണ നിലക്ക് അവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത കുറേ ഭക്ഷണ സാധനങ്ങൾ അവിടെ കാണും. സാധാരണ ഫലസ്തീനിലുള്ള ഭക്ഷണമാണെങ്കിൽ കുഴപ്പമില്ലാത്ത കുറേ സാധനങ്ങൾ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഭയങ്കരമായ ആശ്ചര്യം തോന്നി. അവ ചോദിച്ചത് എവിടുന്നാണ് അതൊക്കെ കിട്ടിയത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, ആ ചോദ്യമൊക്കെ ഭയങ്കര രസമാണ്. ആ ചോദ്യം മറിയം അലൈഹിസ്സലാമിനോട് ചോദിക്കാണ്. ഖാല യാ മറിയം അന്നാ ലക്കി ഹാദാ, എവിടുന്നത് കിട്ടിയത്? ആ ചോദ്യത്തിന് പല അർത്ഥങ്ങളുണ്ട്. നമ്മളതിൻ്റെ എല്ലാ അർത്ഥങ്ങളും നമുക്ക് പരിഗണിക്കാം. പല അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു നന്മയിലുള്ള അർത്ഥമുണ്ട്, തിന്മയിലുള്ള അർത്ഥമുണ്ടല്ലോ. ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ. അപ്പോൾ ഉടനെ മറുപടി പറഞ്ഞു, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്. ഭയങ്കര മറുപടിയാണ്. ഹുവ മിൻ ഇൻദില്ലാഹ്, അതാണ് എൻ്റെ അടുത്ത് കിട്ടിയത്. നമുക്ക് പലപ്പോഴും പറയാൻ മടിയുള്ള ഒരു വാക്കാണ്. നമ്മൾ ബോസിൻ്റെ അടുത്ത് കിട്ടിയതാണെന്ന് പറയും, അല്ലെങ്കിൽ ഇന്നാളുടെ അടുത്ത് കിട്ടിയതാണെന്ന് പറയും. ഹുവ മിൻ ഇൻദില്ലാഹ് എന്ന് മാത്രമല്ല, സക്കരിയ നബിയെ അത്ഭുതപ്പെടുത്തി മറിയം അലൈഹിസ്സലാം. അവർ പറഞ്ഞൊരു വാചകം, അത് പറഞ്ഞിട്ട് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സംഗതി, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി. അർത്ഥമൊന്നും പറയുന്നില്ല, അതിന് മാത്രമേ നമുക്കത് അറിയാം. പക്ഷെ അറിയല്ല വേണ്ടത്, അത് ബോധ്യമാണ്. അള്ളാഹു അങ്ങനെ തരും എന്ന ഒരു ബോധ്യം. ഇത് എന്താ സംഗതി വെച്ചാൽ, അള്ളാഹു നോക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മളെ വാക്ക് അള്ളാഹ്ക്ക് വലിയ വിഷയമൊന്നുമില്ല, ചുണ്ടുമക്കല്ല, ഹൃദയത്തേക്കാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹവും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ബോധ്യവും ഉണ്ടോ എങ്കിൽ അള്ളാഹു തരും. ഇപ്പം തരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ പ്രാർത്ഥിച്ചിട്ട് തരുന്നില്ല എന്നാണെങ്കിൽ, കിട്ടുന്നില്ല എന്നാണെങ്കിൽ, നമ്മൾ നമ്മുടെ സ്വന്തം ഉള്ളിലേക്ക് നോക്കിയാൽ മതി. നമ്മളെ ഹൃദയത്തിലേക്ക് നോക്കുക. ആ ഹൃദയത്തിൽ എന്തില്ല? പൂതി വന്നിട്ടില്ല, ആഗ്രഹം വരണം. ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അള്ളാഹുവിന് കാണാൻ കഴിയണം. ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ ശക്തി അള്ളാഹ്ക്ക് കാണാൻ കഴിയണം. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. നമ്മളെന്താ വിചാരിക്കുക, അത് എനിക്കൊന്നും കിട്ടൂല എന്ന്. ആരാ പറഞ്ഞേ കിട്ടൂല? എനിക്ക് കിട്ടൂല എന്ന്. ഞാനിപ്പോൾ അതിന് മാത്രം ഒന്നും ഇല്ലല്ലോ. ആ പരിപാടിയേ ഇല്ല. നൽകണതാരാ? അല്ലാതെ എന്തല്ല, അള്ളാഹു നിശ്ചയിച്ച സബബുകളല്ല നൽകുന്നത്, കാരണങ്ങളല്ല നൽകുന്നത്. നമ്മൾ ഈ കാരണങ്ങളെപ്പറ്റി മാത്രമേ ആലോചിക്കുള്ളൂ. ആലോചിച്ചിട്ട് നമ്മൾ പറയണത് എന്ത്? എനിക്ക് കിട്ടൂല അല്ലേ? കാരണങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ പറയണെന്ത്? എനിക്ക് കിട്ടൂല. കാരണങ്ങൾ ആലോചിച്ചിട്ട് നമുക്ക് പറയണെന്ത്? അതിന് സുഖാവില്ല. കാരണങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ പറയാം, ഇനി കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത ഇല്ല. കാരണങ്ങൾ ആലോചിച്ചാൽ പറയണത്. ഇനിയിപ്പോൾ നമ്മളെ കച്ചവടം എന്തായാലും ഉണ്ട്, ശരിയായിക്കൊള്ളണമെന്നില്ല. സത്യത്തിൽ അള്ളാഹു നോക്കുന്നത് അതാണ്. നമ്മളെന്താ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ എന്താ? ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. സത്യത്തിൽ സക്കരിയ അലൈഹിസ്സലാം ഇത് കേട്ട് ഞെട്ടിപ്പോയി. സക്കരിയ അലൈഹിസ്സലാം നബിയാണ്, മറിയം നബിയൊന്നുമല്ല. പക്ഷെ നെട്ടിപ്പോയി എന്നുള്ളത് അടുത്ത വാചകത്തിൽ അള്ളാഹു ആ ശൈലി പറയുന്നുണ്ട്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. അവിടെ വെച്ച്, ഹുനാലിക എന്നുള്ള പദത്തിന് ഭയങ്കര രസമുള്ളൊരു പദമാണ്. അവിടെ വെച്ച് തന്നെ. എവിടെ വെച്ചാലോ കാണുന്നത്? മറിയം ബീവിക്ക് ബൈത്തുൽ മുഖദ്ദസിൽ ജീവിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ഭക്ഷണം കാണുന്നത്, അവിടെ വെച്ചാണ് ഈ ഡയലോഗ് നടക്കുന്നത്. അവിടെ വെച്ച് തന്നെ ദഅ സക്കരിയ റബ്ബഹു. ഇത് അല്ലാഹു പറഞ്ഞുതരാ. സക്കരിയ തൻ്റെ റബ്ബിനെ വിളിച്ചു.
എന്താ പറഞ്ഞത്? മൂന്നാമത്തെ പ്രാവശ്യം. രണ്ടെണ്ണം കഴിഞ്ഞല്ലോ. മൂന്നാമത്തേതാ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ. സ്റ്റൈല് പിന്നെ മാറി. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ. റബ്ബേ, നിന്റെ പക്കൽ നിന്ന് എനിക്കൊരു നല്ല സന്താനം തരണം. ആദ്യം പറഞ്ഞു വെച്ചാൽ നിന്റെ ഭാര്യ പ്രസവിക്കൂല നോക്കട്ടോ, അത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കാണെന്ത്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ. തീർന്നില്ല, അങ്ങനെ നോക്കുകയാണ് അള്ളാഹു. അപ്പം സക്കരിയ പറഞ്ഞു ഇന്നക സമീഉ ദുആ. ഇനി എങ്ങനെ കൊടുക്കുക? ഇന്നക സമീഉ ദുആ, നിശ്ചയമായും നീ ദുആ കേൾക്കുന്നവനാണ്, എനിക്ക് ഉറപ്പുണ്ട് കേൾക്കും. അല്ലാഹു സുബ്ഹാനഹു കൊടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അല്ലാഹു തആല സക്കരിയ അലൈഹിസ്സലാമിൻ്റെ ഉള്ളറിയാം. മൂന്നാമത്തെ പ്രാവശ്യം മക്കളില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, മനസ്സിലായില്ലേ? ആ മൂന്നാമത്തത് കേട്ടപ്പോൾ ഫനാദത്തുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. അന്നെന്താ സംഭവിച്ചറിയോ? സക്കരിയ അലൈഹിസ്സലാം മിഹ്റാബിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ മലായിക്കത്തുകൾ വന്നു. എന്നിട്ട് സക്കരിയനെ വിളിച്ചു. എന്നിട്ട് സക്കരിയ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ. അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ. അല്ലാഹു യഹ്യയെ കുറിച്ച് ഇതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്. യഹ്യാക്ക് ഒരുപാട് പ്രത്യേകത പറഞ്ഞു. മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് സയ്യിദൻ ഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ. ഒരുപാട് സംഗതികൾ പറഞ്ഞു. എന്താണ് ഒന്നാമത്തത്? മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള വചനത്തെ ശരിവെക്കുന്നവനായ യഹ്യ. വസയ്യിദൻ, നേതാവായ യഹ്യ. വഹസൂറൻ, ആത്മനിയന്ത്രണമുള്ള ഹസൂർ യഹ്യ. വനബിയ്യൻ മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട ഒരു നബിയായ യഹ്യ. അങ്ങനത്തെ ഒരു മകനെ തരാൻ പോവുകയാണ്. എന്താ അവസാനത്തെ ചോദ്യം? അവസാന ചോദ്യം എന്തിന്? ദുർരിയ്യതൻ തയ്യിബ. ചോദിച്ചതിന് ഇരട്ടിയാണ് അവിടെ കൊടുക്കുക. അതാണ് എനിക്ക് ദുർരിയ്യതൻ തയ്യിബ എന്നേ ചോദിച്ചിട്ടുള്ളൂ. കൊടുത്തതോ എല്ലാ സിഫത്തുമുള്ള. തീർന്നില്ല, വീണ്ടും പറയാണ് യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. അതിനു മുമ്പ് യഹ്യ എന്ന് പറഞ്ഞ പേര് ആർക്കില്ല എന്നാ പറഞ്ഞു. പേര് ഇവിടുന്ന് കിട്ടി? നമ്മൾ ചോദിച്ചതിൻ്റെ ഇരട്ടിയ. കുട്ടീനെ മാത്രമല്ല കൊടുത്ത്, പേരും കൊടുത്തു. അവിടെ ആ പേരിനെ പറ്റി പറഞ്ഞത് എന്താ? ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. എന്താ സംഭവം? പ്രാർത്ഥനയുടെ ശക്തി. വേറെ സ്ഥലത്ത് പറഞ്ഞത് ഫസ്തജബ്നാ ലഹു, ആ പ്രാർത്ഥന ഉടനെ സ്വീകരിച്ചു എന്നാണ്. ഏത് പ്രാർത്ഥന? മറിയമിൻ്റെ അടുത്ത് ഇത് കണ്ടപ്പോ മറിയം അള്ള തന്നതാന്ന് പറഞ്ഞു. അള്ള തന്നതാന്ന് മാത്രമല്ല, അള്ള അവരുദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്നു. അത് കേട്ടപ്പോ എന്തായി? നമ്മൾ കേട്ടാലും നമ്മളിങ്ങനെ ആലോചിക്കും, ഞാൻ ചോദിച്ചാൽ കിട്ടൂല, അല്ലെങ്കിൽ അതൊന്നും ഇപ്പൊ കിട്ടൂല. ഇതാണ് നമ്മളെ ചിന്ത. അവസാനിപ്പിക്കണം. ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ പോരാ, വഅസ്ലഹ്നാ ലഹു സൗജഹു. അതാണ് ഒരു വരി. ശരിക്കും ശ്രദ്ധിച്ചോളൂ. നമ്മൾ യഹ്യയെ കൊടുത്തു. യഹ്യയെ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിന്റെ അഥവാ സക്കരിയ അലൈഹിസ്സലാമിന്റെ സൗജിനെ അതിനു വേണ്ടി പാകപ്പെടുത്തി. എന്താ പാകപ്പെടുത്തല്? ഇത് പ്രസവിക്കൂല തന്നെയല്ലോ. അപ്പൊ പ്രസവിക്കുന്ന രൂപത്തില് ആരെ ആക്കി? സക്കരിയ അലൈഹിസ്സലാമിന്റെ കാര്യം. അപ്പൊ അതുവരെ അവർക്ക് ചരിത്രം പറയുന്നത് അതുവരെ ഗർഭം ഉണ്ടായിട്ടില്ല, അതുവരെ മെൻസസ് ഉണ്ടായിട്ടില്ല.
ഒരു ചെറിയ ഈ അണ്ടോൽപാദനം നടക്കാൻ പറ്റാത്ത ചില ശാരീരിക പ്രശ്നങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന്. എന്നാൽ അള്ളാഹു അവിടെ നിങ്ങൾ ആലോചിച്ചു പോകും, അസ്ലഹനാ ലഹു സൗജു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളങ്ങനെ തീരുമാനിക്കേണ്ട എന്ത് എൻ്റെ ഭാര്യ പ്രസവിക്കൂല എന്ന് തീരുമാനിക്കണ്ട. ആര് പറഞ്ഞാലും തീരുമാനിക്കരുത്, ആര് പറഞ്ഞാലും തീരുമാനിക്കരുത്. അങ്ങനെ ഒരു സ്ഥലത്ത് പറഞ്ഞു നിൽക്കുക, നമ്മളങ്ങനെ ഉറപ്പിച്ചു നിൽക്കുക, ഒരിക്കലും പിന്നെ കിട്ടൂല. കാരണം അള്ളാഹിന്റെ നോട്ടം എങ്ങടാ? അള്ളാഹു റസാഖാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുമല്ലേ എന്നാണ് അള്ളാഹിന്റെ നോട്ടം. അതിനുള്ളൊരു ടെസ്റ്റ് ആയിരുന്നു നമ്മൾ പരാജയപ്പെട്ടത്. നമ്മൾ പറയും ചെയ്യും ആൾക്കാരോട്, ഞാൻ പോകാത്ത സ്ഥലമല്ല കൊടുങ്ങല്ലൂർ പോയി, മറ്റേ കുറെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒക്കെ പോയി, ഒരു രക്ഷയില്ല, ആ ഒരു രക്ഷയില്ല എന്നുള്ള. പോയതൊക്കെ ഓക്കെയാണ്, പോയത് പോണം, കാരണം അത് സബബാ. പക്ഷെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, അതൊക്കെ തീരെ ഇഷ്ടമില്ല. അപ്പൊ കിട്ടൂല, അപ്പൊ കിട്ടൂല. അല്ലെങ്കിലോ വഅസ്ലഹ്നാ ലഹു സൗജഹു, സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ ഭാര്യനെ നന്നാക്കിയ മാതിരി എന്താക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ നോക്കൂ, ഇവിടെ ഒരുപാട് പാഠങ്ങളാണ് ഈ സംഭവം യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്നത്. അത് ഓരോന്നും നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിലൊന്നാമത്തെ പാഠം, ഈ ചരിത്രങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും, അങ്ങനെ ഒരു കാര്യമായിട്ട് പറഞ്ഞല്ല, എന്നാലും ശ്രദ്ധിക്കാൻ. 3 തവണ അദ്ദേഹം പ്രാർത്ഥിച്ചു, 3 വ്യത്യസ്ത രീതിയിൽ. 3-ാമത്തെ തവണയാണ് ക്ലിക്ക് ചെയ്ത്. മനസ്സിലായില്ലേ? എന്തായിരുന്നു ഇത്രയും? എന്തുകൊണ്ട് അവർ നബിയായ സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന 1-ാമത്തെ തവണ 2-ാമത്തെ തവണ അള്ളാഹു സ്വീകരിക്കായിരുന്നു? എന്തായിരിക്കണം പ്രശ്നം? അത് അവരിൻ്റെ ഉള്ളിലുണ്ട്, ആയിട്ടില്ല. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥന സ്വീകരിക്കുന്ന ക്വാളിറ്റിയുള്ള ആളുകളാകണം. ആ ക്വാളിറ്റിയിൽ ഏറ്റവും പ്രധാനമായത് അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും നമുക്ക് നിരാശ വരാതെ. നമ്മളല്ല തീരുമാനിക്കണത്, നമ്മളെ ഡോക്ടർമാരല്ല തീരുമാനിക്കുന്നത്, നമ്മുടെ സയൻസ് അല്ല തീരുമാനിക്കുന്നത്, അള്ളാഹാണ് തീരുമാനിക്കുന്നത്. അള്ളാഹു വഹാബാണ്. അള്ളാഹുവിന് കൊടുക്കാൻ ഇതൊന്നും എന്തല്ല, തടസ്സമല്ല. അത് സംസാരത്തിൽ പോരാ, ഖുർആനിലുള്ള കഥയിലുണ്ട് പോരാ, ആ നബിന്റെ ചരിത്രം പോരാ, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമുക്കിത് അനുഭവപ്പെടും. അപ്പോൾ 1-ാമത്തെ സംഗതി എന്താ വെച്ചാൽ, മക്കളായില്ല എന്ന് കരുതി നമ്മൾ എന്താകാൻ പാടില്ല, നിരാശരാകാൻ പാടില്ല, നിഷ്ക്രിയനാകാൻ പാടില്ല. മക്കളെ ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശവും നിശ്ചയവും അനുസരിച്ച്. മക്കളെ മാത്രമല്ല, ഞാനിവിടെ മക്കളെന്ന് പ്രത്യേകം പറഞ്ഞത് അതൊരു വലിയ വിഷയമാണ് എന്നതുകൊണ്ട്. അള്ളാഹു ചിലർക്ക് മക്കളെ കൊടുക്കും, ചിലർക്ക് മക്കളെ കൊടുക്കൂല, ചിലർക്ക് മക്കളെ ഉടനെ കൊടുക്കും, ചിലർക്ക് 10 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുക. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നുണ്ട്, ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. ഭയങ്കര വാചക, നമ്മൾ സാധാരണ കേൾക്കണതാണ് ഒക്കെ. ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. ആർക്കാണ് ഇതിൻ്റെ ഉടമാവകാശം? അള്ളാഹുവിന് മാത്രമാണ്, വേറെ ആർക്കും. ആകാശഭൂമികളിലുള്ള എല്ലാറ്റിൻ്റെയും നിയന്ത്രണാധികാരം, ഉടമാവകാശം അള്ളാഹുവിന് മാത്രം. യഖ്ലുഖു മാ യശാ. ഇവിടെ എന്ത് സൃഷ്ടിക്കണം എന്ന് ആർക്കറിയാം? അനുസരിച്ച് അള്ളാഹു സൃഷ്ടിക്കും. നമ്മളിപ്പോൾ ചിലതല്ലേ കണ്ടുപിടിച്ചിട്ടുള്ളൂ, അല്ലെ? കണ്ടുപിടിച്ചതിന് നമ്മളെ പേരിടുക. നമ്മൾ കണ്ടില്ല, ഒരു ഉപഗ്രഹം കണ്ടുപിടിച്ചാൽ കണ്ടുപിടിച്ചവൻ്റെ പേരാണ്. ആണ് നിലമ്പൂരിലുള്ള ഒരു പെൺകുട്ടിൻ്റെ പേരിൽ ഒരു ഉപഗ്രഹമുണ്ട്, ആ കുട്ടി കണ്ടുപിടിച്ച. ഇതുണ്ടാക്കിയവന് യാതൊരു വിലയില്ല. അതാണ് വലിയ രസം. ഒരു പൂവ് നമ്മൾ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റനെ നമ്മൾ കണ്ടാൽ, എന്തൊരു രസമുണ്ടല്ലേ, ഭംഗിയുണ്ടല്ലേ എന്നൊക്കെ പറയും. ആ പൂമ്പാറ്റയെ അല്ലെങ്കിൽ ആ പൂവിനെ സൃഷ്ടിച്ച, അതിനെ ഡിസൈൻ ചെയ്ത അള്ളാഹിനെ കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുക്കൂറൻ. യഹബു ലിമൻ യശാഉ ഇനാസൻ. അള്ളാഹു ചിലർക്ക് പെൺകുട്ടികളെ കൊടുക്കും. പെൺകുട്ടികളെ കിട്ടിയാൽ ചിലർക്ക് പേടിയാണ്. മനസ്സിലായില്ലേ? അതും അത് ടെസ്റ്റാണ്, അതൊരു ടെസ്റ്റാണ്. എനിക്ക് 2-ാമത്തെ പെൺകുട്ടി ഉണ്ടായ സമയത്ത്
ഒന്നാമത്തെ പെൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടി. അപ്പം ഞാൻ കുടുംബക്കാരൊക്കെ ഒരു രണ്ടാമത്തെ പെൺകുട്ടിയല്ല, എല്ലാവരും പറഞ്ഞു ഞാൻ മനുഷ്യൻ തന്നെയാണല്ലോ. അപ്പം എനിക്കും തോന്നി രണ്ടാമത്തെ പെൺകുട്ടിയല്ലേ. അപ്പോൾ ഒരാളെൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടി, അയാൾ അതിൻ്റെ ഒരു 5-6 മാസം മുമ്പ് ഇസ്ലാം സ്വീകരിച്ച മനുഷ്യൻ. അയാൾ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച്. എന്നിട്ട് ഹദീസ് ഇങ്ങനെ പറയണം. ആരോട്? എന്നോടാ പറയുന്ന ഹദീസ്. മനസ്സിലായി? ഹദീസ് പറയാനൊക്കെ അറിയില്ല, അയാൾ അതിൻ്റെ മലയാളം പറഞ്ഞു. അയാൾ ഭയങ്കര സന്തോഷത്തിൽ അയാൾ വരും. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല, നമ്മളിതിലേക്ക് എത്തുന്നില്ല. അതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ പുസ്തകത്തിലുണ്ട്, ഹദീസിലുണ്ട്, വയലിലുണ്ട്. ഞാൻ തന്നെ വയലും പറഞ്ഞിട്ടുണ്ടാവും. അവിടെയാണ് അള്ളാൻ്റെ ടെസ്റ്റ്. അതാണ് അള്ളാൻ്റെ ടെസ്റ്റ്. അതാണ് 2 പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ വളർത്തി വലുതാക്കിയാൽ എന്ത് കിട്ടും? പോലെ എത്രണ്ണം വളർത്തിക്കൂടെ? നമുക്ക് സ്വർഗം കിട്ടുകയാണെങ്കിൽ വളർത്തിക്കൂടെ? വളർത്തണല്ലോ. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദക്കൂർ. ചിലർക്ക് ആൺകുട്ടികളെ കൊടുക്കും. ഈ ആൺകുട്ടികളെ കിട്ടിയത് വലിയ നിയമത്തെറ്റാണോ? ഒക്കെ നിയമത്ത് തന്നെ. പക്ഷെ ആൺകുട്ടികളെ കിട്ടി എന്നുള്ളത് എന്തല്ല? നിയമത്തല്ല. എത്ര ആൺകുട്ടികളാണ് രക്ഷിതാക്കളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ കണ്ണീരോട് വീഴുന്നത്? അതല്ല വിഷയം. അല്ലാഹു തആല ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, ഔ യുസബ്ബിജുഹും ദുക്റാനൻ വ ഇനാസൻ. അതുണ്ടാവും, അള്ളാഹു ഇടകലർത്തി കൊടുക്കും. അതാണ് യുസബ്ബിജുഹും. ചിലർക്ക് 2 പെൺകുട്ടികളെയും 2 ആൺകുട്ടികളെയും കൊടുക്കും. ചിലർക്ക് 1 ആൺകുട്ടിനെയും 3 പെൺകുട്ടിനെയും കൊടുക്കും. അതാണ് ഖുർആൻ വ ഇനാസൻ. എന്നിട്ട് അള്ളൊരു വാചകം കൊടുക്കും, വയജ്അലു മൻ യശാഉ അഖീമ. ചിലർക്ക് അള്ളാഹു തീരെ കൊടുക്കൂല, അഖീമാക്കും, പ്രസവിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ഇതൊക്കെ ഇന്നഹു അലീമുൻ ഖദീർ. അള്ളാഹു അലീമാണ്. അള്ളാഹ്ക്കറിയാം ആർക്ക് കൊടുക്കണം. ഖദീറാണ്. ആർക്ക് എന്ത് കൊടുക്കാനും അള്ളാഹു എന്താണ്? കഴിവുള്ളവൻ. ഈ ഒരു ചിന്ത നമുക്ക്, പ്രത്യേകിച്ച് മക്കളില്ലാത്ത എല്ലാവരോടും നമ്മൾ പറയണം. മക്കളില്ലാത്ത സകല മനുഷ്യന്മാരും നിരാശയിലാണ്. അവിടെ ചികിത്സിച്ചു, ഇവിടെ ചികിത്സിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു, ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ ദുനിയാവ് മാത്രമേ അവർ നോക്കിയിട്ടുള്ളൂ. അവർക്ക് മനസ്സിലായിട്ടില്ല എന്ത്? ഇത് ദുനിയാവ് നല്ല സംവിധാനം ഉണ്ടാണ്. ഇതെവിടുന്ന? ആകാശത്ത് നിന്ന് വരുന്നതാണ്. ഇത് തിരിഞ്ഞോ അല്ലേ എന്നാണല്ലോ എൻ്റെ നോട്ടം. അത് തിരിഞ്ഞു എന്ന് ബോധ്യമായാൽ ഉടനെ കിട്ടും. അത് തിരിയാത്ത കാലത്തോളം കിട്ടൂല. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ സക്കരിയ അലൈഹിസ്സലാം, സക്കരിയ നബിക്ക് ഒരു മക്കളില്ല എന്നുള്ള സങ്കടമല്ല അള്ളാഹിനോട് പറഞ്ഞതാണോ? ശ്രദ്ധിച്ചില്ല നിങ്ങൾ? അതല്ല പറഞ്ഞത്. മറിച്ച് എനിക്കെന്ത് വേണം? അത് എൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു അനന്തരാവകാശം. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ഈ തൗഹീദും ഈ സത്യമതവും പ്രചരിപ്പിക്കുക എന്ന എൻ്റെ ദൗത്യം എൻ്റെ മരണശേഷം ഏറ്റെടുക്കുന്ന പിൻഗാമികളില്ല എന്നാ വിഷയം. അതാണ് വിഷയം. അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാതെ ഇപ്പം എന്താ, ഇപ്പം ആൾക്കാർ നമ്മളടക്കം, ഞാനടക്കട്ടോ, ഇപ്പം ആൺകുട്ടികളില്ലെങ്കിൽ എൻ്റെ സ്വത്തിൻ്റെ പകുതി പോകുമല്ലോ, അതുകൊണ്ട് എനിക്കൊരു ആൺകുട്ടി വേണം. മക്കളില്ലെങ്കിൽ സമ്പത്തിന് അവകാശികളില്ലാതെ പോകുമല്ലോ, അല്ലേ? നമ്മുടെയൊക്കെ ധാരണ അതാണ്. നമ്മുടെ വിഷയവും അതാണ്. എന്താവും എൻ്റെ സമ്പത്ത്? ഞാൻ മരിച്ചാൽ ഞാനിങ്ങനെ അന്ന് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് എനിക്ക് മക്കളും ഇല്ലല്ലോ. ഇതൊന്നും സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ ബാധിച്ചില്ല. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ നിലപാട് എന്താണ്. ഈ ചരിത്രം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ആയത്തുകൾ വായിക്കുമ്പോൾ നമ്മുടെ നിലപാട് എന്താണ്? മക്കൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ചിന്ത നമുക്കുണ്ടോ? നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം നമ്മളെക്കുറിച്ച്. ഇങ്ങനത്തെ ഒരു ചിന്ത നമുക്കുണ്ടോ? അള്ളാഹു നമുക്ക് മക്കളെ നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിഗണന വെച്ച്, അല്ലെങ്കിൽ അള്ളാഹു നൽകിയ മക്കളെ ഇത്തരത്തിലുള്ള ഒരു പരിഗണന വെച്ച് നമ്മൾ വളർത്തിയിട്ടുണ്ട്.
എൻ്റെ മക്കളും ആരാകണം? എന്നെപ്പോലെ ഖുർആൻ വായിക്കുന്നവർ, ഖുർആൻ കേൾക്കുന്നവർ, ദീനിനെ പഠിപ്പിക്കുന്നവർ, ദീനിനെ പറഞ്ഞു കൊടുക്കുന്നവരാകണം എന്ന ഒരു ചിന്ത വന്നണം. എൻ്റെ മകൻ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എത്ര പൈസയും ഞാൻ ചെലവാക്കും. ഞാൻ എൻ്റെ കേട്ടോ പറഞ്ഞ് ആരെയും കുറ്റം പറയില്ല. എത്ര പൈസ ചെലവാക്കും. എൻ്റെ ആകെ സങ്കടപ്പത. എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ. ആ മോനോട് ഞാൻ എത്ര പറഞ്ഞിട്ടും മോനെന്ത് ചെയ്യാനില്ല, വഴങ്ങണില്ല. ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ വഴങ്ങണില്ല. എൻ്റെ സങ്കടം സത്യത്തിൽ അതാണ്. നമ്മൾ സാധാരണ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, സക്കരിയ അലൈഹിസ്സലാം ആഗ്രഹിച്ച മാതിരി ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് അള്ളാഹ് നോക്കുന്നുണ്ട്. അതാ പ്രശ്നം. അതാണ് എൻ്റെ മോൻ ശരിയാത്ത എന്താ എനിക്ക് മനസ്സിലായി. എന്താ എൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട വികാരം ഉണ്ടായിട്ടില്ല. ഭയങ്കര പ്രശ്നം. യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട ഒരു വികാരമുണ്ട്. അത് നോക്കൂ, അതിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു വളർത്തൽ, അതിനനുസരിച്ചുള്ള ഒരു സംവിധാനം നമ്മൾ മക്കൾക്ക് നൽകാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മൂന്നാമത്തെ കാര്യം, മക്കൾക്കായി അള്ളാഹുവിനോട് നമ്മൾ സദാ ദുആ ചെയ്യാറുണ്ട്. വേണം. കാരണം അള്ളാഹുവിൻ്റെ ശക്തി, അള്ളാഹുവിൻ്റെ കാരുണ്യം അത് അതിരറ്റതാണ്. ഏത് സന്നിഗ്ധവട്ടം വന്നാലും നമുക്ക് നിരാശ വരാൻ പാടില്ല. നാം ചെയ്യേണ്ടത് നമ്മുടെ കഴിവിനനുസരിച്ചുള്ളത് നമ്മൾ ചെയ്യാം. മനസ്സിലായി? ചികിത്സിക്കേണ്ടവരെന്ത് ചെയ്യുക? നമ്മുടെ കഴിവിൽപ്പെട്ടത് ചികിത്സിക്കുക. അത് അള്ളാഹു അനുവദിച്ച രീതിയിലുള്ള ചികിത്സയാവുക. ഒക്കെ ഇതൊക്കെ ടെസ്റ്റാണ്. നമ്മൾ പോകുമല്ലേ എന്നുള്ള അങ്ങനെ നോക്കണം. അപ്പൊ അള്ളാഹു അനുവദിച്ച രീതിയിൽ മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് നമ്മുടെ ഹൃദയം തുറന്നു വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാകണം. എപ്പോഴും ശ്രദ്ധിക്കുക. അതാണ് സക്കരിയ അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ മക്കളെ ലഭിക്കാൻ കാലതാമസം എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം എന്താ ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചു. പോകാത്ത സ്ഥലമല്ല. സകല ജാറങ്ങളിലും മഖബറയിലും ജ്യോത്സ്യൻ്റെ അടുത്തും കണക്ക് നോക്കുന്നതൊക്കെ പോകും. നിങ്ങൾ ആലോചിച്ചു. അവിടെയൊക്കെ പോകാനുള്ള സംഗതി എന്താ? അവിടേക്കുള്ള കറാമത്തിൻ്റെ കഥകളാണ് അല്ലേ? മറിയം ബീവിയുടെ കറാമത്ത് സക്കരിയ അലൈഹിസ്സലാം കണ്ണുകൊണ്ട് കാണുകയാണ്, കേൾക്കല്ല. നമ്മളൊക്കെ ഈ വാട്സപ്പിൽ കേൾക്കലല്ലേ ഉള്ളൂ കറാമത്തിന്റെ കഥ. സക്കരിയ അലൈഹിസ്സലാം മറിയം ബീവിയുടെ കറാമത്ത് കണ്ണുകൊണ്ട് കാണുകയാണ്. അത് കാണുമ്പോ മക്കളെ കിട്ടാഞ്ഞിട്ട് 2 പ്രാവശ്യം ചോദിച്ചിട്ടും മക്കളെ കിട്ടാനിച്ച് വിഷമിച്ചു നിൽക്കുകയാണ്. അപ്പൊ അത് കണ്ടപ്പോ സക്കരിയ അലൈഹിസ്സലാം എന്താ ചെയ്തത്? അപ്പൊ മറിയമിന് വലിയ കറാമത്തുണ്ട്, അതുകൊണ്ട് യാ വലിയത്തല്ലാഹി മറിയം ചോദിച്ചോ? ഇല്ല. മറിച്ച് മറിയമിന് കറാമത്ത് നൽകിയ റബ്ബ്, മറിയം എന്താ പറഞ്ഞത്? അള്ളാന്റെ അടുത്ത് നിന്നാണെന്ന്. എവിടെ കിട്ടിയെന്ന് ചോദിച്ചപ്പോ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അള്ളാന്റെ അടുത്ത്. മാത്രമല്ല അള്ളാഹ് എന്ത് ചെയ്യും? ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കൊടുക്കുകയും ചെയ്യും ഉടനെ. സക്കരിയ, അതാണ് ശരിക്കും നമ്മുടെ ഒരു പാഠം. സക്കരിയ അലൈഹിസ്സലാം ഉടനെ എന്ത് ചെയ്തു? അള്ളാഹിനോട് ചോദിച്ചു. കറാമത്തിന്റെ കഥ എവിടെ കേട്ടാലും നമ്മൾ ചിന്ത പോകേണ്ടത് അള്ളാഹുവിലേക്കാണ്. കാരണം കറാമത്ത് ആരും കൊടുക്കണം? അള്ളാഹു തആല കൊടുക്കണം. കറാമത്ത് ഏതെങ്കിലും ആളുകൾക്ക് തീരെ എഴുതി കൊടുത്ത ഒരു സാധനത്തിന്റെ പേരല്ല എന്ത്? കറാമത്ത്. അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹ് കൊടുക്കണതാ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അള്ളാഹിന്റെ വലിയായാൽ നമുക്ക് കിട്ടും. അതാണ് സക്കരിയ അലൈഹിസ്സലാം തെളിയിച്ചത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അത്. ഈ പ്രത്യേകിച്ച് ഈ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ അള്ളാഹ് വലിയൊരു ടെസ്റ്റിൽ പോലും പരാജയപ്പെടുകയാണ്. അതൊരു ടെസ്റ്റ് നടത്തുകയാണ്. ഇത് തോറ്റുപോവുകയാണ്. അള്ളാഹുവിലേക്ക് പോകേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നു. അള്ളാഹു കറാമത്ത് കൊടുത്തിട്ടുണ്ട് ഔലിയാക്കന്മാർക്ക്. അത് ചിലപ്പോ നമ്മളെ കൺമുമ്പിൽ കാണിച്ചു തരും. എന്തിനാ കാണിച്ചത്? നമ്മൾ വിചാരിച്ചത് എന്തിനാ? ഈ കറാമത്തിന്റെ കഥ
ഞാൻ കേട്ടത് അല്ലെങ്കിൽ കറാമത്ത് ഞാൻ കണ്ടത് ഇയാളോട് ചോദിക്കാനാണെന്നോ? ഒരിക്കലുമല്ല, അങ്ങനെ സംഭവിക്കാനില്ല. നാലാമത്തെ കാര്യം, സക്കരിയ നബി അലൈഹിസ്സലാം തേടുന്നത് കേവലം ഒരു സന്താനത്തെ അല്ല, മറിച്ച് എന്താ? അവസാനത്തെ ചോദ്യം എന്താ? ഹബ്ലി ദുരിയതൻ തയ്യിബ, നല്ല ഒരു സന്താനത്തെ. അപ്പൊ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി തേടേണ്ടത് എങ്ങനെയായിരിക്കണം? അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ന്യൂനതയില്ലാത്ത ഒരു നല്ല ആൺകുട്ടിനെ തരണേ എന്നല്ല. നമ്മളാകെ പ്രാർത്ഥിക്കൽ, ഭാര്യ ഗർഭിണിയാണെങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, പഠിച്ചോനെ അപ്പുറത്തെ കുട്ടിനെ കണ്ടിട്ടില്ലേ, അതിന് ബുദ്ധി ശരിക്കില്ല, അല്ലെങ്കിൽ ഇതിന് കണ്ണില്ല, അതിന് മറ്റേ ഇല്ല. ഇതൊന്നും നിങ്ങളെ വിഷയമല്ല, ഒന്നും നമ്മളെ വിഷയമല്ല. നമ്മൾ എന്തേ ചോദിക്കേണ്ടുള്ളൂ? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ എന്ന് ആര് പ്രാർത്ഥിച്ചു? ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് അതാണ്. കണ്ടില്ല, കിട്ടി. സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് അതാണ്. അപ്പം അതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത്. മക്കളില്ലാത്ത എല്ലാവരോടും നമ്മൾ പറയേണ്ടത് അതാണ്. നിങ്ങൾ എനിക്ക് കുട്ടിനെ കിട്ടണേ എന്ന് പറഞ്ഞാൽ പോരാ. ഒന്നുകിൽ സക്കരിയ നബിയുടെ പ്രാർത്ഥന വേണം, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന വേണം. രണ്ട് ഖുർആനിലുണ്ട്, കിട്ടും, ഉറപ്പാ, സംശയമല്ല. അഞ്ചാമത്തെ കാര്യം, സക്കരിയ നബിയുടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞെടുത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ? നിദാഅൻ ഖഫിയ, നിദാഅൻ. ഇത് കുട്ടികളെ കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഏത് വിഷയത്തിലും രഹസ്യമായിട്ടാണ് സക്കരിയ നബി പ്രാർത്ഥിച്ചത്. ഇത് പ്രാർത്ഥനയുടെ ഒരു മര്യാദയാണ്. പ്രത്യേകിച്ചും തനിച്ചാകുമ്പോൾ രഹസ്യമായി പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നോക്കൂ, ഈ ഉറക്കെ വിളിച്ചു പറയുന്ന പ്രാർത്ഥനകളിലൊക്കെ ഏതെങ്കിലും രൂപത്തിൽ ഒരു റിയാ വരും. നേരെ വെച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് ആരുമില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ആ പ്രാർത്ഥനയിൽ ഒരിക്കലും റിയാ ഉണ്ടാവില്ല. അതിൻ്റെ ശബ്ദം കൂടി കുറച്ച് നോക്കി, ഭയങ്കരമായിരിക്കും. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് ഈ സക്കരിയ അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഒരു സംഗതി പറഞ്ഞു തരുന്നുണ്ട്. ബൈന ദഅവത്തി സിർരി വ ദഅവത്തിൽ അലാനിയത്തി 70 ദഅഫൻ. ഉറക്കെ പ്രാർത്ഥിക്കുന്നതും പതുക്കെ പ്രാർത്ഥിക്കുന്നതും തമ്മിൽ 70 വ്യത്യാസങ്ങളുണ്ട്. 70 ഇരട്ടി വ്യത്യാസമുണ്ട് രണ്ടിൻ്റെയും കൂടെ. 70 ദഅഫൻ, 70 ഇരട്ടി വ്യത്യാസം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലഖദ് കാനൽ മുസ്ലിമൂന യജ്തഹിദൂന ഫി ദുആഇ വമാ യസ്മഉ ലഹും സൗത്ത്. മുമ്പ് കഴിഞ്ഞുപോയ മുസ്ലിങ്ങൾ ദുആയിൽ വല്ലാതെ പരിശ്രമിച്ചിരുന്നു. അവരുടെ ഒന്നും ദുആന്റെ ഒച്ച ആരും കേട്ടിട്ടില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത്, അവിടെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത്, അദ്ദേഹം ഉദ്ദേശിച്ചത് സഹാബാക്കളെയും താബിഈകളെയും. ഓലൊന്നും പ്രാർത്ഥിച്ച ഒച്ച ആരും കേട്ടിട്ടില്ല. ഇനി ഒച്ച ഉണ്ടായെങ്കിൽ തന്നെ അതെന്താ? ഹംസ് എന്ന് പറഞ്ഞ ഒച്ചയായിരിക്കും. ഹംസ് എന്ന് പറഞ്ഞ ചെറിയ ശബ്ദം. ഹംസ് നമ്മളെ സ്വന്തത്തോട് നമ്മൾ സംസാരിക്കും അല്ലേ? ആണ്.
അപ്പൊ എന്താ, ഇൻകാന ഇല്ല ഹംസൻ ബൈനഹും വബൈന റബ്ബിഹിം, അവരുടെയും റബ്ബിന്റെയും അവരുടെ റബ്ബിന്റെയും ഇടയിൽ നേരിയ ശബ്ദം ഉണ്ടാവും. ഹംസ് എന്ന് പറഞ്ഞാൽ നേരിയ ശബ്ദം. കാരണം അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഉദുഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത് തദർറുഅൻ, വിനയത്തോടുകൂടിയായിരിക്കും. രണ്ട്, ഖുഫിയത്തൻ, രഹസ്യമായിട്ടായിരിക്കും, ശബ്ദം കുറച്ചായിരിക്കും. നിദാഅൻ ഖഫിയ എന്ന് പറയും. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ദക്കറ അബ്ദൻ സാലിഹൻ വറദിയ ഫിഅലഹു, അല്ലാഹു തആല ഖുർആനിൽ ഒരു സാലിഹായ മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ആ മനുഷ്യന്റെ പ്രവർത്തനം അല്ലാഹ് വളരെ ഇഷ്ടപ്പെട്ടു. ഫഖാല, എന്നിട്ട് അല്ലാഹ് എന്ത് പറഞ്ഞു? ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ, അദ്ദേഹം പതുക്കെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം എന്ന്. അപ്പൊ സത്യത്തിൽ എന്താ വെച്ചാൽ നമ്മൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അപ്പൊ അതാണ് അഞ്ചാമത്തെ കാര്യം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ നിദാഅൻ ഖഫി അല്ലെങ്കിൽ രഹസ്യമായ പ്രാർത്ഥന സ്വകാര്യമാക്കുക, ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞെടുത്ത് ഒരുപാട് ഉപകാരങ്ങൾ പറയുകയും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, നമ്മുടെ സംസ്കാരം അതായി മാറണം. കാരണം കൽപ്പന അങ്ങനെ, ഉദുഉ റബ്ബക്കും തദറുഅൻ വഖുഫിയ, സക്കറിയ നബി പ്രാർത്ഥിച്ചത് നമ്മൾ കണ്ടു, അതങ്ങനെയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, ഒന്നാമത്തെ കാര്യം, ഈമാനിന്റെ ഒരു വലിയ അടയാളമാണെന്ത്? രഹസ്യമായി പ്രാർത്ഥിക്കുക. എന്തായാലും ഈമാനുള്ളത്? അതിലെ ഈമാൻ എന്താ? അതിലെ ഈമാൻ രഹസ്യമായി പറയുന്നതും അള്ളാഹു അറിയും എന്ന ഈമാൻ. മനസ്സിലായില്ലേ? നമുക്ക് പരസ്യമായിട്ട് ചെയ്യാൻ മടിയാണല്ലോ. എന്താ കാരണം? അതറിയുന്നുള്ളതല്ല, മനുഷ്യന്മാർ. എന്നാലും പരസ്യമായി ചെയ്യാൻ മടിക്കണ ഫലം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? രഹസ്യമായി ചെയ്യാറുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. ഈമാന്റെ അടയാളം രഹസ്യമായി പറയാണ്. കാരണം രഹസ്യമായി പറയുന്നതും അള്ളാഹു എന്താക്കും? കേൾക്കുമെന്ന്. രണ്ടാമത്തെ കാര്യം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്, ഏറ്റവും നല്ല മര്യാദ, ബഹുമാനിക്കൽ, അതെന്താണ്? രഹസ്യമായി പറയൽ. ഒരു രാജാവിൻ്റെ സദസ്സിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ മന്ത്രിയുടെ സദസ്സിൽ പോയി, എന്നിട്ട് മന്ത്രിയോട് രഹസ്യമായി പറയാൻ നമുക്ക് അനുവാദം ഉണ്ടെങ്കിൽ നമ്മൾ ആരാണ്? കാരണം പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ അല്ലേ ചോട്ടിൽ പോയി പറയുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾക്ക് ഇവിടെ നോക്കൂ, നമുക്ക് തന്നെ രഹസ്യമായി പറയാൻ അതിനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അതവനെ ബഹുമാനിക്കലാണല്ലോ, അല്ലേ? രാജാവിനെ ബഹുമാനിക്കലാണല്ലോ. എങ്കിൽ രാജാക്കന്മാരുടെ രാജാവായ അള്ളാഹുവിനോട് നമ്മൾ എങ്ങനെ ബഹുമാനിക്കണം? പതുക്കെ പറയുന്നു. അള്ളാഹ് ഒട്ടങ്ങല്ല എന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒച്ചണ്ടാക്കണ്ട. മൂന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ അത് വിനയത്തിൻ്റെയും അതുപോലെ തന്നെ തഖ്വയുടെയും അടയാളമാണ്. പതുക്കെ പറയാൻ, ഉറക്കെ പറയാതിരിക്കുക,
അല്ലെങ്കിലും ഈ പ്രാർത്ഥന, ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തല്ല, പ്രാ പ്ലസ് അർത്ഥന എന്നൊന്നുമല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ആഗ്രഹമാണ്. ആഗ്രഹമില്ലാതെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലമില്ല. ആഗ്രഹം മതി. അപ്പോൾ അള്ളാഹു തആല ആഗ്രഹത്തെ എടുത്തോളും നമ്മളുടെ ഉള്ളിൽ നിന്ന്. നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ എന്താക്കി തരും, പൂർത്തീകരിച്ചു തരും. നാലാമത്തെ കാര്യം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത് റഹിമഹുല്ലാഹ്, ഇത്തരം പ്രാർത്ഥനകളിലാണ് ഇഖ്ലാസ് കൂടുതലുണ്ടാകുക. അല്ലേ? നമുക്ക് തന്നെ ആലോചിച്ചറിയില്ല. ഇഖ്ലാസ് കൂടുതലുണ്ടാകുക അത്തരം പ്രാർത്ഥനകളിലാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട്. ഇവിടെ അവസാനം അദ്ദേഹം പറഞ്ഞൊരു വിഷയം തവസ്സുലാണ്. ഇവിടെ തവസ്സുൽ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാനുള്ള ഒരു കാരണമാണ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ തവസ്സുലാക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു മുതൽ വേണം. അതാണ് പ്രശ്നം. നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത തവസ്സുലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൂ. ചെയ്യേണ്ട തവസ്സുലുണ്ട്. നമ്മൾ ആരും അറിയാതെ ചെയ്ത ഒരു നന്മ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് തവസ്സുലാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മുതൽ. ആരും അറിയാതെ അള്ളാഹു മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്തത്. ഏത് വിഷമാവസ്ഥയിലും അത്തരത്തിലുള്ള ഒരു സന്ദർഭം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു നന്മ നമ്മുടെ കയ്യിലുണ്ടാകണം. അതാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സക്കരിയ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയിൽ നിറച്ച് തവസ്സുല, ഭയങ്കര തവസ്സുല. ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്തല്ല, ഒരുപാട് തവസ്സുല്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തവസ്സുലാണ് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ സക്കരിയ നബി പറഞ്ഞ വാചകം, അള്ളാഹുവിനെ കുറിച്ച് എന്തില്ല? നിരാശയില്ല എന്നത്. അള്ളാഹുവിനെ കുറിച്ചൊരു നിരാശ ഇല്ല. നമുക്ക് റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. അത് നിരാശ ഇല്ലാത്തതുകൊണ്ടാണ്. വ അൻത ഖൈറുൽ വാരിസീൻ എന്നത് തവസ്സുലാണ്. അള്ളാഹുവിലേക്കത് എടുത്തു പറയുകയാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ എന്ന് പറഞ്ഞത് തവസ്സുല. അള്ളാഹുവിൻ്റെ ഒരു സിഫത്തിന് എടുത്ത് പറയാം. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഒരിക്കലും എന്താവൂല? മോശാവൂല. പക്ഷെ അതൊക്കെ വെറും വാക്കുകളാകരുത്. നമ്മുടെ ഉള്ളിൽ അതുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കും. അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ സംഗതി. ഏറ്റവും അവസാനം കണ്ടില്ല നിങ്ങൾ? അവസാനത്തെ പ്രാർത്ഥനയിൽ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ നിർത്തിയിട്ടില്ല. ഇന്നക സമീഉ ദുആ. നമ്മുടെ മര്യാദ വേണം. ഇന്നക സമീഉ ദുആ. ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അപ്പം ഇത് സത്യത്തിൽ എന്തിനാ വെച്ചാൽ ഈ സംഭവം, ഈ ചരിത്രം, ഈ സക്കരിയ നബിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയുള്ളതല്ലത്. ഇത് എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനൻ്റെ സ്റ്റൈൽ എന്ന് വിശദീകരിച്ചത്. മനസ്സിലായി? അതാണ് നമ്മളൊക്കെ സ്വീകരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ സതുദ്ദേശങ്ങളും അല്ലാഹു തആല നമുക്ക് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെയും ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.